ഹായ് ഓൾ, വെൽക്കം ടു എക്സാം പോയിന്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാപ്പി ആണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10th 9th ലെസനാണ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സർവീസസ്, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡീൽസ് വിത്ത് ഫിനാൻസ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഡിഫറെൻറ്റ് ടൈപ്പ് റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ബാങ്കിങ് സെക്ടർ, അവയുടെ സർവീസസ്, ഇവയൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഡി ആണല്ലോ അല്ലേ എല്ലാവരും? നോക്കിയേ, ഇവിടെ ഒരു എംബ്ലം കാണാം അല്ലേ? ഈ ഒരു എംബ്ലം ഡിനോട്ട് ചെയ്യുന്ന എന്തിനെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എംബ്ലമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാം ഒരു ടൈഗറും അതിൻ്റെ ബിഹൈൻഡിലായിട്ട് ഒരു എണ്ണപ്പനയുടെ ചിത്രമാണ് ആ എംബ്ലത്തിൽ കാണുന്നത്. ഓക്കെ, നോക്കിയേ, വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് എ റൈറ്റ് ടു പ്രിൻറ്റ് ദ നോട്ട്സ്? ആർക്കാണ് നോട്ടുകൾ പ്രിൻറ്റ് ചെയ്യാനുള്ള അവകാശം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് 50 rupees നോട്ട് കാണാം അല്ലേ? 2000 ഒക്കെ നോട്ടൊക്കെ ബാൻ ചെയ്തേക്കുകയാണ്. അപ്പോൾ ഇപ്പം പ്രസൻ്റ്ലി റൺ ചെയ്യുന്ന 10 rupees, 50 rupees, 100 rupees, 200 rupees, ഈ നോട്ട്സുകളെല്ലാം അച്ചടിക്കാനുള്ള ഒരു അവകാശം ആർക്കുള്ളത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അതുപോലെ ബാൻ ചെയ്ത നോട്ടുകളുണ്ട്. ഇവ ബാൻ ചെയ്യാനുള്ള അവകാശവും ആർക്ക് തന്നെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തന്നെയാണ് ഉള്ളത്. നോക്കിക്കേ, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1935. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1935 April 1 കേട്ടോ. April 1 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ത്യയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ സാമ്പത്തിക വർഷമായിട്ട് എടുക്കുന്നത് April 1 തുടങ്ങി March 31 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ കൺട്രോളർ അല്ലെങ്കിൽ അതോറിറ്റി ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ്. അറ്റ് പ്രസൻറ്റ് റിസർവ് ബാങ്ക് ഗവർണറായിട്ടിരിക്കുന്നത് ശക്തികാന്ത് ദാസ് ആണ്. എങ്ങാനും എക്സാമിന് 1 mark ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരുന്നോളണം കേട്ടോ. ഇനി നമുക്ക് നോക്കിയേ, മെയിൻ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ മെയിൻ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, കൺട്രോളിങ് ക്രെഡിറ്റ്, വായ്പ നിയന്ത്രിക്കുന്നു അല്ലേ? എന്ത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടമാണ്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ ബാങ്കേഴ്സ് ബാങ്ക്, എല്ലാ ബാങ്കുകളുടെ അപ്പെക്സ് ഓഫ് ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എല്ലാ ബാങ്കിൻ്റെയും അമരക്കാരനാണ്. എല്ലാ ബാങ്കിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നെക്സ്റ്റ് നോക്കിക്കേ, പ്രിൻറ്റിങ് ഓഫ് കറൻസി, നോട്ട് അച്ചടിക്കുന്നതും ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്തത് ബാങ്കർ ടു ഗവൺമെൻറ്, സർക്കാരിൻ്റെ ഒരു ബാങ്കാണ്. അതായത് സർക്കാരിന് നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിരുന്നു, ധാരാളം എക്സ്പെൻഡിച്ചർ ആവശ്യമാണ് ഓരോ ഗവൺമെൻറ്റിനും. ഇവർക്ക് വേണ്ടുന്ന ഈ കടമൊക്കെ കൊടുക്കുന്നത് ആരാണ്? സർക്കാരുകൾ. മിക്ക സ്റ്റേറ്റ്സിലും ഗവൺമെൻറ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ട് കടമെടുക്കും. അപ്പോൾ ഇൻറ്റേർണലായിട്ട് കടം കൊടുക്കുന്ന ആരാ? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് പഠിക്കാം. അപ്പോൾ മെയിൻ ഫങ്ഷൻസ് ഒന്നോടെ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻ? കൺട്രോളിങ് ക്രെഡിറ്റ്, ബാങ്കേഴ്സ് ബാങ്ക്, ദെൻ പ്രിൻറ്റിങ് ഓഫ് കറൻസി ആൻഡ് ബാങ്കർ ടു ഗവൺമെൻറ്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് നോക്കിയേ, പ്രിൻറ്റിങ് ഓഫ് കറൻസി. ഇവിടെ നോക്കുക, ഓൾ കറൻസീസ് എക്സെപ്റ്റ് 1 rupee നോട്ട് ആർ പ്രിൻറ്റഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1 rupee നോട്ട് ഒഴിച്ച് എല്ലാ കറൻസികളും പ്രിൻ്റ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇപ്പോൾ 1 rupee നോട്ട് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, എന്നാലും അതൊഴിച്ച് ബാക്കി എല്ലാ നോട്ട്സും പ്രിൻ്റ് ചെയ്യുന്നത്. 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി 1 rupee കോയിനൊക്കെ നോട്ട്സ് ആരാ പ്രിൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. The 1 rupee note and its subsidiary coins are issued by Central Finance Department. ആരാണ് 1 rupee നോട്ടും അതുപോലെയുള്ള കോയിനുകളെല്ലാം
പ്രിൻ്റ് ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. മറന്നു പോകരുത്, സെൻട്രൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ബാക്കി എല്ലാ നോട്ടുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. ബട്ട് 1 rupee നോട്ട് ആൻഡ് ഇറ്റ്സ് സബ്സിഡറി കോയിൻസ് ആർ, 1 രൂപയും അനുബന്ധ നാണയങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യുന്നത് എവിടെയാണ്? യെസ്, കേന്ദ്ര ധനകാര്യ വകുപ്പാണ്, അഥവാ സെൻട്രൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നോക്കുക, അടുത്തത് കൺട്രോളിങ് ക്രെഡിറ്റ്. എന്താ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടമാണ് അല്ലേ? വായ്പ കൊടുക്കുമ്പോഴേക്ക് കടമാണത്. ഓക്കെ, നോക്കിയേ, കൺട്രോളിങ് ക്രെഡിറ്റ് നെക്സ്റ്റ് ഫങ്ഷനാണ്. നമുക്ക് നോക്കാം. വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ഈസ് ടു മെയ്ഡ് പോസിബിൾ ബൈ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നോക്കിയേ, പലിശ നിരക്ക് കൂട്ടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു. ചേഞ്ചസ് വരുത്തുകയാണ് ഇൻട്രസ്റ്റിന്. അതുവേണം പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുകയും ചെയ്യുന്നു. ഇവിടെ നോക്കുക, നമുക്കിപ്പോൾ സാധാരണ ഹൗസിംഗ് ലോണൊക്കെ എടുക്കാറുണ്ട്. നമ്മൾ 15% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ ആളുകളും ഹൗസിംഗ് ലോൺ എടുക്കാൻ റെഡിയാവുമോ? ഇല്ല അല്ലേ? വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഹൗസിംഗ് ലോൺ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകൾ മാത്രം വീട് വയ്ക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? അതായത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങണമെങ്കിൽ കുറച്ച് അവിടെ കച്ചവടമൊക്കെ, സിമൻറ്റ്, കമ്പി, ഇതെല്ലാം നമുക്ക് വാങ്ങണം. ഇതൊക്കെ ഷോപ്പിൽ വളരെ കുറച്ച് മാത്രമേ സെയിൽ നടക്കുന്നുള്ളൂ. ഏത്? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ മണി സർക്കുലേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ക്രെഡിറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. ഇപ്പോൾ ഹൗസിംഗ് ലോണിന് 7% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ കുറച്ചധികം ആളുകൾ എന്താ ലോൺ എടുക്കും അല്ലേ? വീട് വെക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസൊക്കെ ഭയങ്കര ബൾക്കായിട്ട് സെയിൽ ചെയ്തു പോകും. സിമൻറ്റ്, കമ്പി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് സെയിൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മണി സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നല്ല മണി സർക്കുലേഷൻ നടന്നാൽ മാത്രമേ ഇന്ത്യയിൽ ഒരു നല്ല എക്കണോമി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഈ മണി സർക്കുലേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയും പല കാര്യങ്ങൾ കറക്റ്റ്. ഈ ക്രെഡിറ്റ് കൂടുതൽ കടമായാലും പ്രശ്നമാണ്, കടം തീരെ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പം അതനുസരിച്ച് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു. അതുപോലെ പലിശ നിരക്ക് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? വായ്പയുടെ അളവ് കൂടുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഈ മണി സർക്കുലേഷൻ കറക്റ്റാക്കി കൊണ്ടുപോകും ആര്? റിസർവ് ബാങ്ക്. അതിനു വേണ്ടിയാണ് ഈ ക്രെഡിറ്റ് അവർ കൺട്രോൾ ചെയ്യുന്നത്. ഈ ക്രെഡിറ്റ് എന്ന് കേൾക്കുമ്പോൾ വേറൊരു കാര്യം നമ്മൾ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യും. എന്താ? ക്രെഡിറ്റ് കാർഡ്. നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ പേരൻസും ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? എന്താ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങും. എന്നിട്ട് ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ നമ്മൾ ആ ക്യാഷ് ബാങ്കിലേക്ക് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് വിഡ്രോ ചെയ്യും. വിതിൻ ടൈമിലാണെങ്കിൽ നമുക്ക് പ്രത്യേകം പലിശയൊന്നും വരുന്നില്ല. പക്ഷെ ആ ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ടൈം ബൗണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഗവൺമെൻറ് അതിനൊരു ഇൻട്രസ്റ്റ് ഈടാക്കും. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അവിടെ ക്രെഡിറ്റ് എന്ന് കണ്ടുകൊണ്ട് ടീച്ചർ അതൊന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും ബാങ്ക് ഒരു ലോൺ പോലെ നമുക്ക് അഡ്വാൻസ് ആയിട്ടൊരു എമൗണ്ട് തരികയും നമ്മുടെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫങ്ഷൻ നമുക്ക് നോക്കാം. ബാങ്കർ ടു ഗവൺമെൻറ്. സർക്കാരിൻ്റെ ബാങ്ക്. എന്താ അവിടെ വേർഡിൽ തന്നെയുണ്ട് അല്ലേ? സർക്കാരിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തുകൊണ്ടാണ്? ഓരോ സ്റ്റേറ്റിലും ഗവൺമെൻറ്റിന് പലവിധ വികസനങ്ങളും നടത്തുന്നുണ്ട്. നമ്മൾ പഠിച്ചു അല്ലേ? പല എക്സ്പെൻഡിച്ചേഴ്സും കഴിഞ്ഞ ലെസണിലൊക്കെ പഠിച്ചതാണ്. പബ്ലിക് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചറിലൊക്കെ പഠിച്ചതാണ്. ഒത്തിരി ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് ഒത്തിരി എമൗണ്ട് ആവശ്യമായിട്ട് വരും. അതുപോലെ റോഡ് വികസനം, സ്കൂള്, അതുപോലെ ഹോസ്പിറ്റൽസ്, പലതരത്തിലുള്ള വികസനത്തിന് വേണ്ടി ഓരോ സ്റ്റേറ്റിലെയും ഗവൺമെൻറ്റിന് എമൗണ്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ കയ്യിലുള്ള എമൗണ്ട് കൂടുതൽ വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും?
കടമെടുക്കും അല്ലേ? എങ്ങനെ? ഇൻറ്റേർണലായിട്ടോ എക്സ്റ്റേണലായിട്ടോ കടമെടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം സഹായിക്കുന്നത് ആരാണ്? ഓരോ സ്റ്റേറ്റിനെയും സഹായിക്കുന്നത്, ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും സഹായിക്കുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ ബാങ്ക് അഥവാ ബാങ്കർ ടു ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. സെർവ് ആസ് ബാങ്കർ ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഡസ് നോട്ട് ചാർജ് എനി ഫീസ് ഫോർ ദീസ് സർവീസസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ സ്റ്റേറ്റിനെ ഹെൽപ്പ് ചെയ്യുമ്പോഴും ആ ഒരു എമൗണ്ടിന് ഒരു പ്രത്യേക ഫീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഗവൺമെൻറ്റുകളിൽ നിന്നൊന്നും, ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിൽ നിന്നൊന്നും ഈടാക്കുന്നില്ല. പിന്നെയോ നോക്കി, എക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം ദ ഗവൺമെൻറ്, സാങ്ഷൻ ലോൺസ് ആൻഡ് റെൻഡേഴ്സ് അതർ ബാങ്കിങ് സർവീസസ് ടു ദം. നോക്കിക്കേ, സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പകൾ നൽകുകയും ചെയ്യുന്നു. അതുപോലെ സർക്കാരിന് ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നു, വിവിധങ്ങളായ ബാങ്കിങ് സേവനങ്ങൾ. ഇപ്പോൾ ആവശ്യമുള്ള ലോൺ കൊടുക്കുന്നു, അവിടെ നിക്ഷേപങ്ങൾ ഗവൺമെൻറ് പ്രത്യേകം എക്സ്ട്രാ എമൗണ്ട് റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കണമെങ്കിൽ അങ്ങനെ നിക്ഷേപിക്കാനുള്ള ഫെസിലിറ്റി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ നോക്കിക്കേ, അപ്പെക്സ് ബാങ്ക് ഓഫ് ഓൾ ബാങ്ക്സ്, എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എല്ലാ ബാങ്കിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ അഡ്വൈസ് ആൻഡ് അസിസ്റ്റ് ഓൾ ബാങ്ക്സ് ഇൻ ദെയർ ഓപ്പറേഷൻ, ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതായത് ഓരോ ബാങ്കുകളിലും എങ്ങനെ ഇൻട്രസ്റ്റ് വേണം, എത്ര രീതിയിൽ വായ്പ കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ബാങ്കിൽ എത്ര സ്റ്റാഫ് വേണം, അതിൻ്റെ സ്റ്റാഫിൻ്റെ സാലറി, റിക്രൂട്ട്മെൻറ്റ്, വർക്കിംഗ് അവേഴ്സ്, ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ വായ്പ കൊടുക്കുന്നതിൻ്റെ, ലോൺ കൊടുക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി നമുക്ക് നോക്കാം. ആക്ട് ആസ് എ ലാസ്റ്റ് റിസോർട്ട് ടു ഓൾ ബാങ്ക്സ് ഇൻ ദെയർ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. നോക്കിയേ, പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാനത്തെ ആശ്രയം. ഓരോ ബാങ്ക് എടുത്താലും അതിൻ്റെ ഫൈനലി ആരെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നോക്കിയേ, ആൻഡ് ഇറ്റ് കൺട്രോൾ ആൻഡ് ഗിവ്സ് ദ നെസസറി ഡയറക്ഷൻസ് ആൻഡ് അഡ്വൈസസ് ടു ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കൺട്രി. നോക്കിയേ, രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ആരുടെ കൺട്രോളിലാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. അതായത് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇതെല്ലാം റിസർവ് ബാങ്കിൻ്റെ കൺട്രോളിലാണ്. റിസർവ് ബാങ്കിൻ്റെ ഓരോ നിയമപ്രകാരമാണ് ഈ ബാങ്കുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ജനറലി ക്ലാസിഫൈഡ് ഇൻടു ടു. വാട്ട് ആർ ദേ? ബാങ്ക് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ബാങ്കും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ബാങ്കിങ് അണ്ടറിൽ വരുന്നത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് നോക്കാം. ദാറ്റ് ഈസ് കൊമേഴ്സ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, കോഓപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ ബാങ്കുകൾ, ഡെവലപ്മെൻറ്റ് ബാങ്ക്, വികസന ബാങ്കുകൾ, അതുപോലെ സ്പെഷ്യലൈസ്ഡ് ബാങ്കും ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, അതായത് സവിശേഷ ബാങ്കുകൾ. ഓക്കെ, അപ്പോൾ നോക്കി, കൊമേഴ്സ്യൽ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്ക്, ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. മ്യൂച്വൽ ഫണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ ഇൻഷുറൻസ് കമ്പനികളെല്ലാം നോൺ ബാങ്കിങ്ങിൽ വരുന്നതാണ്. ദെൻ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ, ഇതെല്ലാം ഈ സിസ്റ്റത്തിൽ, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ജനറലി ക്ലാസിഫൈഡ് ടു വാട്ട് ആർ ദേ? ബാങ്ക് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ഒന്നോടെ നോക്കാം. ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണവ? ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുമാണ്. ഏതൊക്കെയായിരുന്നു ബാങ്കുകളുടെ കീഴിൽ വരുന്ന മറ്റു ബാങ്കുകൾ? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ,
വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. അതുപോലെ തന്നെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്നവ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, പിന്നെയോ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനും അതിൻ്റെ കീഴിൽ വരുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയിൽ വരുന്ന പ്രധാന ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം അല്ലേ, ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഇപ്പോൾ അത് ദെൻ വിജയ ബാങ്ക്. ഓക്കെ, ഇതെല്ലാം ബാങ്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ബാങ്കുകളാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഒരു ബാങ്കിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ഫങ്ഷൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പ്രധാന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The institution that accept deposit from the public and grant loan to the needy subject to condition. എന്താ സംഭവം? ബാങ്കിൻ്റെ മെയിൻ റോൾ എന്താ? ഓക്കെ, പണമുള്ള ആളുകളിൽ നിന്ന് ധനം ബാങ്കിൽ നിക്ഷേപിക്കുകയും അതിനനുസരിച്ചുള്ളൊരു പലിശ അവർക്ക് കൊടുക്കുകയും ചെയ്യും. അതുപോലെ വായ്പ, ലോൺ ആവശ്യമുള്ള ആളുകൾക്ക് ഒരു വായ്പ കൊടുത്ത് അതിലെ പലിശ ഈടാക്കുകയും ചെയ്യുകയാണ് ബാങ്കിൻ്റെ മെയിൻ റോള്. സത്യം പറഞ്ഞാൽ ഒരു ബാങ്ക് ഒരു ഏജൻ്റായിട്ടാണ് ഇവിടെ വർദ്ധിക്കുന്നത് അല്ലേ. പണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഇടയ്ക്ക് ഒരു ഏജൻ്റായിട്ട് മാറുകയാണ് നമ്മുടെ ബാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് പൈസ ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 7% ഇൻട്രസ്റ്റ് അവന് കൊടുക്കും. അപ്പോൾ പൈസ ആവശ്യമുള്ളവന് ലോൺ കൊടുക്കുമ്പോൾ എന്താ ഇവർ ഈ എമൗണ്ട് എടുത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുടെ എമൗണ്ട് എടുത്താണ് സാധാരണ ആളുകൾക്ക് പണം കടം കൊടുക്കുന്നത്, ലോൺ കൊടുക്കുന്നത്. അതിന് 12% അല്ലെങ്കിൽ 15% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഈടാക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ബാങ്കിൻ്റെ മെയിനായിട്ടുള്ളൊരു റോള്. ഇനി നമുക്ക് നോക്കാം. Operate on the basis of general guidelines, conditions set by the Reserve Bank of India. ഏത് ബാങ്ക് ആണെങ്കിലും ആ ബാങ്ക് പ്രവർത്തിക്കുന്നത്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഒരു ഗൈഡ് ലൈൻസ്, ഒരു രേഖകളുണ്ടാവും അല്ലേ, അതിൻ്റെ ബേസിസിലാണ് ഓരോ ബാങ്കും പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണ് ആ മെയിൻ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ ബാങ്കിൻ്റെയും except deposit from individuals, institutions and government. എന്താ ചെയ്യണേ? ഓരോ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാരുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? നിക്ഷേപങ്ങൾ സ്വീകരിക്കും. ഇത് എന്നിട്ട് എന്ത് ചെയ്യും? ഈ നിക്ഷേപങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് അത് ലോണായിട്ട് കൊടുക്കും. നോക്കിയേ, ഗ്രാൻഡ് ലോൺ ടു ഇൻഡിവിജ്വൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ആളുകൾക്കോ അതുപോലെ തന്നെ ഗവൺമെൻറ്റിനോ ലോൺ വായ്പയായിട്ട് ഇത് എമൗണ്ട് ലോണായിട്ടോ വായ്പയായിട്ടോ കൊടുക്കുന്നു. പിന്നെ എന്തൊക്കെയാണ്? ഗിവ് ബാക്ക് ദ ഡിപ്പോസിറ്റ് എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. അതായത് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ്, ഒരു പലിശയും ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കുന്നു. നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുന്നു. പിന്നെയോ കളക്ട് ലോൺ എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. നോക്കിക്ക്, ലോൺ കൊടുക്കുന്നവരിൽ നിന്ന് പലിശ സഹിതം ഇങ്ങോട്ട് ക്യാഷ് വാങ്ങുന്നു. വായ്പാ തുക പലിശയോടെ തിരികെ വാങ്ങുന്നു. ഇതാണ് ബാങ്കിൻ്റെ മെയിൻ ധർമ്മങ്ങൾ, ഡ്യൂട്ടീസ് ഇതൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? എക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം ഇൻഡിവിജ്വൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെൻറ്. അത് കഴിഞ്ഞിട്ടോ അതെന്തായിട്ട് കൊടുക്കും? ലോണായിട്ട്. ഇവർക്ക് തന്നെ ആവശ്യമുള്ള ഓരോ ഇൻഡിവിജ്വൽസ്, ഗവൺമെൻറ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഇവ ലോണായിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഡിപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് അവർക്ക് ആ തുകയോടൊപ്പം ആ ഇൻട്രസ്റ്റും കൂടി കൊടുക്കുന്നു, പലിശയും കൂടി കൊടുക്കുന്നു വിഡ്രോ ചെയ്യുന്ന ടൈമിൽ. പക്ഷേ ലോൺ എടുക്കുന്ന ഒരു വ്യക്തിക്കോ ലോൺ പീരീഡ് തിരിച്ചടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലോൺ കൊടുത്ത എമൗണ്ടും അതിനനുസരിച്ച പലിശയും ബാങ്ക് തിരികെ വാങ്ങുന്നു. ഇത്രയേ ഉള്ളൂ ബാങ്കിൻ്റെ മെയിനായിട്ടുള്ള ഡ്യൂട്ടീസ്. ഓക്കെ, അടുത്തായി നമുക്ക് ഗ്രോത്ത് ഓഫ് ബാങ്ക് ഇൻ ഇന്ത്യ, അതായത് ബാങ്കുകളുടെ വളർച്ച ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ, ഇന്ത്യ ഫസ്റ്റ് മോഡേൺ ബാങ്ക്, ആദ്യത്തെ ആധുനിക ബാങ്ക് ഏതായിരുന്നു? ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഓക്കെ, ഏതായിരുന്നു ഫസ്റ്റ് മോഡേൺ ബാങ്ക്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1770.
അത് മുതലാണ് ഈ ഒരു വർഷം തുടങ്ങിയാണ് ഇന്ത്യയിൽ ബാങ്കിന് ഒരു വളർച്ചയിലേക്ക് വന്നത്. അത് മെയിനായിട്ട് 3 phases ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് 3 ഡിഫറെൻറ്റ് സ്റ്റേജിലാണ് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കാണിക്കുന്നത്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്രോത്ത് അത് ഇൻ ദ ഇയർ സ്ട്രെച്ചസ് ഫ്രം 1771 ടു 1969 ആണ്. ഓക്കെ, വൺ സെക്കൻഡ് 1770 ആണ് കേട്ടോ. ഓക്കെ, 1717 ടു 1969. അതായത് ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാ നോക്കിക്കേ, 1770 ടു 1969 അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഈ ഫസ്റ്റ് ഫേസിലുള്ള ബാങ്കുകളൊക്കെ വന്നത്. അത് ഏതൊക്കെ ബാങ്കുകളാണെന്ന് നോക്കാം. ദറ്റ് ഈസ് പ്രസിഡൻസി ബാങ്ക്, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് വർ എസ്റ്റാബ്ലിഷ്ഡ്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഇത്തരം ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അതാണ് ബാങ്കിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇയർ 1717 ടു 1969 ആണ്. അപ്പോൾ ഈ കാലയളവിൽ ബാങ്കിന് അത്ര വലിയ ഡെവലപ്മെൻ്റ് ഒന്നും പ്രവർത്തനങ്ങളൊക്കെ വളരെ സ്ലോയിലായിരുന്നു നടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സെക്കൻഡ് ഫേസ് വന്നപ്പോൾ നമുക്ക് നോക്കാം. അതായത് ദേശസാൽകൃത ബാങ്കുകൾ. രണ്ടാം ഫേസിലാണ് മോസ്റ്റ് ഓഫ് ദ ബാങ്കിനെയും നാഷണലൈസ് ചെയ്തത്. അതായത് നമ്മളുടെ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ഈ ബാങ്കുകളെല്ലാം നാഷണലൈസ്. അന്നേരം ആ കാലഘട്ടത്തിലുള്ള മിക്ക ബാങ്കുകളും നാഷണലൈസ് ചെയ്തത്. നോക്കി, സെക്കൻഡ് ഫേസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ദറ്റ് ഈസ് സ്ട്രെച്ചസ് ഫ്രം 1969 ടു 1990. അതിൻ്റെ കാലഘട്ടം നോക്കി, 1969 മുതൽ 1990 വരെയുള്ള ടൈമിംഗ് ആയിരുന്നു. അന്നേരം 14 ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ 1969. നോക്കിക്കേ, 14 ബാങ്കുകൾ 1969 നാഷണലൈസ് ചെയ്തു, ദേശസാൽകൃത ബാങ്കുകളാക്കി. അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ റൺ ചെയ്യുന്ന ബാങ്കുകളാക്കി. 6 ബാങ്ക്സ് ഇൻ 1918. 6 ബാങ്കുകൾ 1980 നാഷണൽ ബാങ്കുകളാക്കി മാറ്റി. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ സെക്കൻഡ് ഫേസിൽ എന്തൊക്കെയാണ് വന്നത്? മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സ് ഗെറ്റ് നാഷണലൈസ്ഡ്. അത് ആരുടെ ഭരണകാലത്തായിരുന്നു? നമ്മുടെ ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയായ പവർഫുൾ ലേഡിയായ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തായിരുന്നു. അപ്പം നോക്കിക്ക്, ഇൻ 1969 എത്ര ബാങ്കാണ് നാഷണലൈസ് ആക്കിയത്? ദേശസാൽകൃത ബാങ്കുകളായിട്ട് വന്നത് 14 ബാങ്കുകൾ. ഇയർ 1980 6 ബാങ്കുകളോട് എന്തായി? ദേശസാൽകൃത ബാങ്കുകളായി. ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് ഫേസ്, ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെല്ലാം ഒന്നുകൂടി ഫാസ്റ്റ് ആവാനായിട്ടും ഒരു കൃത്യനിഷ്ഠതയോടെ ബാങ്കുകൾ റൺ ചെയ്യാനും തുടങ്ങി സെക്കൻഡ് ഫേസ് ആയപ്പോഴത്തേക്കും. ഇനി തേർഡ് ഫേസിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നാഷണലൈസ്ഡ് ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദറ്റ് ഈസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, കാനറ ബാങ്ക്, ഡീന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അലഹബാദ് ബാങ്ക്. അതുകൂടാതെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, വിജയ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്, ദെൻ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ആൻഡ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവയൊക്കെയാണ് ആ ടൈമിൽ നാഷണലൈസ് ചെയ്ത ബാങ്കുകൾ. അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലേക്ക് വന്ന ബാങ്കുകൾ ഇത്രയും ബാങ്കുകളാണ്. ഓക്കെ, നോക്കി, ഇൻ 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് മെർജ്ഡ് വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് ബാങ്കിൽ ലയിപ്പിച്ചു. ഓക്കെ, അതുപോലെ നോക്കിയേ, 5 ബാങ്ക്സ് മെർജ്ഡ് വിത്ത് SBI ഇൻ 1st April 2017. 2017 ഏപ്രിൽ 1 5 ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചു. ആ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. SBT, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ, പിന്നെയോ
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, പിന്നെയോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല. ഇവയെല്ലാം ഏതിൽ ലയിപ്പിച്ചു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ SBIയിൽ ലയിപ്പിച്ചു. ഏത് ഇയറിലാണ്? 1 April 2017. ഏതൊക്കെയാണ് 5 ബാങ്ക്സ്? ഒന്നോടെ നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൺകൂർ, then സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനാർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, then സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്. ഇനി നമുക്ക് നോക്കാം തേർഡ് ഫേസ്. തേർഡ് ഫേസിൽ ഇവിടെ ഒരു P ഉണ്ട് കേട്ടോ, PHAC ആണ് ഫേസ്. ഓക്കെ, തേർഡ് ഫേസ് ഓഫ് ഗ്രോത്തിൽ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്ന ടൈമിംഗ് എപ്പോഴായിരുന്നു? ഫ്രം 1919 ഓൺവേർഡ്സ് ആണ്. 1990 മുതലാണ് ഇങ്ങോട്ട് ബാങ്കിൻ്റെ വളർച്ചയുടെ ഒരു മൂന്നാം കാലഘട്ടം അല്ലെങ്കിൽ തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, റിഫോംസ് ഇൻ ബാങ്കിങ് സെക്ടർ, ക്വിക്ക് ആൻഡ് ടൈം സേവിങ് സർവീസസ്, ഈസ് ഓഫ് പ്രൊസീജിയേഴ്സ്. നോക്കിക്കേ, ബാങ്കിങ് പരിഷ്കാരങ്ങളൊക്കെ വേഗത്തിലാക്കി, അതുപോലെ സമയലാഭം, നടപടിക്രമങ്ങളുടെ ലഘൂകരണം. മീൻസ് ഓവറോൾ ഒരു ഓർഡറിലേക്ക് ബാങ്ക് വന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം, ഓപ്പറേഷൻസ് എല്ലാം വളരെ ഫാസ്റ്റാക്കി പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം വന്നു. അതായത് ഈ തേർഡ് ഫേസിലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? ATM, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഇവയെല്ലാം വന്നത് തേർഡ് ഫേസിലാണ്. ATM എന്താ? ATMൻ്റെ ഫുൾ ഫോം പറയുന്നത്? യെസ്, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീനാണ് ATM. അതുപോലെ ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, ഇവയെല്ലാം വന്നത് തേർഡ് ഫേസിലാണ്. അത്രയ്ക്കും ഡെവലപ്മെൻറ്റ്, അത്രയ്ക്കും ഒരു വളർച്ചയുടെ കാലഘട്ടമായിരുന്നു തേർഡ് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രൈവറ്റ് ബാങ്കിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, പ്രൈവറ്റ് ബാങ്കിങ്ങിനെ കുറിച്ച് പഠിക്കാം. സ്വകാര്യ ബാങ്കുകളുണ്ട്. ഇന്ത്യയിൽ ധാരാളം പ്രൈവറ്റ് ബാങ്കുകളുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കാം. ആൻഡ് റിസീവ്ഡ് ലൈസൻസ് ഇൻ തേർഡ് ഫേസ്. അതായത് ഈ പ്രൈവറ്റ് ബാങ്കിനൊക്കെ ലൈസൻസ് കിട്ടിയത് ഏത് ടൈമിലായിരുന്നു? അതായത് 1919 ഓൺവേർഡ്സ് ആണ് അല്ലേ, 1990 ഓൺവേർഡ്സ് ആണ്. തേർഡ് ഫേസിലാണ് മോസ്റ്റ് ഓഫ് ദ പ്രൈവറ്റ് ബാങ്കിനും ലൈസൻസ് കിട്ടിയത്. ഈ ഏതൊരു ബാങ്കിനും ലൈസൻസ് വേണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? യെസ്, ഡെഫിനറ്റായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ വേണം. ഓക്കെ, ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് ഫങ്ഷൻ അറ്റ് എ മച്ച് ക്വിക്കർ പേസ്. അതായത് നൂതന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പാക്കി. ഇത് പ്രൈവറ്റ് ബാങ്കിങ്. നമ്മൾ പറഞ്ഞു ഒത്തിരി അഡ്വാൻറ്റേജസ്, അതായത് പ്രൈവറ്റ് ബാങ്കിങ്, അതായത് ATM, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഫാസ്റ്റാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാനും ആർക്ക് കഴിഞ്ഞു? ഈ പ്രൈവറ്റ് ബാങ്കിങ് മേഖലയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവയെ എന്താണ് നോൺ ആസ് ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് പറയുന്നു. പുതിയ തലമുറയുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നു. എന്തിനെയാണ്? പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിനെ. ഓക്കെ, അതുപോലെ നോക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് ഓപ്പറേഷൻ. ബാങ്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ ബേസിസിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊക്കെ ബാങ്കുകളാണെന്ന് നോക്കാം. ദറ്റ് ഈസ് കൊമേഴ്സ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ ബാങ്കുകൾ, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, വികസന ബാങ്കുകൾ, പിന്നെയോ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്, സവിശേഷ ബാങ്കുകൾ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഓപ്പറേഷൻ ക്യാൻ ബി generally classified into 4. What are they? Commercial banks, cooperative banks, developmental banks and specialized banks. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഓരോ ബാങ്കിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെ ചുമതലകളാണുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കിയേ, കൊമേഴ്സ്യൽ ബാങ്ക്. ഓക്കെ, എന്താണ്? ഓൾഡസ്റ്റ് ബാങ്ക് ആൻഡ് ഹൗ മെനി ബ്രാഞ്ചസ് ആൻഡ് പ്ലേ മേജർ റോൾ ഇൻ ദ കൺട്രീസ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. എന്തൊക്കെയായിരുന്നു? വളരെ പഴക്കം ചെന്നതും ധാരാളം ശാഖയുള്ളതും അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ബാങ്കുകളെയാണ് എന്ത് പറയുക? കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം പബ്ലിക്കിൽ നിന്ന് ക്യാഷ്, അതായത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അല്ലേ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ബാങ്ക്, മോസ്റ്റ് ഓഫ് ദ ബാങ്കും ചെയ്യുന്ന അതൊക്കെ തന്നെയാണ്. കാശുള്ളവൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി, എമൗണ്ട് വാങ്ങി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആൻഡ് ഗ്രാൻഡ് ലോൺസ് ടു ട്രേഡ്, ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ എക്സെട്ര. അതുപോലെ തന്നെ വാണിജ്യം, വ്യവസായം,
അഗ്രികൾച്ചർ, കൃഷി, ഇവയ്ക്കൊക്കെ വേണ്ടി എന്ത് കൊടുക്കും? ലോൺ കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ മെയിൻ റോൾ. ഇതാണ്. ക്ലിയർ ആയോ? കാശുള്ളവൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരാളല്ലല്ലോ, ഇഷ്ടംപോലെ ആളുകൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യും? വായ്പയായിട്ട് ആർക്കൊക്കെ കൊടുക്കും? ഇൻഡസ്ട്രീസിന്, അഗ്രികൾച്ചറിന്, അതുപോലെ ട്രേഡ് ചെയ്യാൻ, വാണിജ്യം, വ്യവസായം ചെയ്യാനും വാണിജ്യം ചെയ്യാനൊക്കെ പലിശയ്ക്ക് ബാങ്ക് കൊടുക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഈ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു 7% ഇൻട്രസ്റ്റ്, ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ, ഒരു 7% ഇൻട്രസ്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരാൾ 1,00,000 രൂപയ്ക്ക് ഡിപ്പോസിറ്റ് ചെയ്തു, 7% വെച്ച് അവൻ ആ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ആ എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ 7% വെച്ചൊരു ഇൻട്രസ്റ്റ് ആ പർട്ടിക്കുലർ വ്യക്തിക്ക് ബാങ്ക് കൊടുക്കുകയാണ്. പക്ഷേ ഈ 1 lakh ഇപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒക്കെ ചെയ്യുന്നവരുടെ ആണെങ്കിൽ ഈ 1 lakh വേറെ സാധാരണക്കാർക്ക് ബാങ്ക് എന്ത് ചെയ്യും? വായ്പ കൊടുക്കും, ലോൺ കൊടുക്കും, അല്ലേ? പല ആവശ്യത്തിനും വേണ്ടി. ഇപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക് ആയതുകൊണ്ട് അവർ അഗ്രികൾച്ചർ, വ്യവസായത്തിനൊക്കെയാണ് ലോൺ കൊടുക്കുന്നത്. ആ ലോൺ കൊടുക്കുമ്പോൾ ഇവിടെ ബാങ്ക് ഈടാക്കുന്നത് 12%, 15% പലിശയായിരിക്കും ഈടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് ആണ്. ഇപ്പോൾ 7% ഡിപ്പോസിറ്റർക്ക് കൊടുത്തു, ലോൺ കൊടുക്കുന്ന വ്യക്തിക്ക് 12% കൊടുക്കുകയാണെങ്കിൽ ആ ഡിഫറൻസ് ആണ് ബാങ്കിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ഈ പലിശയിലുള്ള ഡിഫറൻസ് ആണ് ബാങ്കിന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക. ഈ കൊമേഴ്സ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ ബാങ്ക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. അതായത് പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും. ഇനി ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൈവറ്റ് ഇന്ത്യൻ ബാങ്ക് ആൻഡ് പ്രൈവറ്റ് ഫോറിൻ ബാങ്ക്സ്. നോക്കുക, കൊമേഴ്സ്യൽ ബാങ്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 categories. The first one is public sector bank and second one is what? Private sector bank. This private sector bank is again classified into 2. What are they? Private Indian bank and private foreign bank. നെക്സ്റ്റ് നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്കിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ദിസ് ഓൺ ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയുള്ള ബാങ്കിനെയാണ് എന്ത് പറയുക? പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്, അല്ലേ? അത് ഫങ്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ റിസർവ് ബാങ്ക്. എന്തൊക്കെയാണെങ്കിലും എല്ലാ ബാങ്കിൻ്റെയും കൺട്രോള് കടിഞ്ഞാൻ ആരുടെ കയ്യിലാണ്? യെസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. ഓക്കെ, അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണലൈസ്ഡ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്, ഇവയെല്ലാം പബ്ലിക് ബാങ്കിങ് സെക്ടറിൽ വരുന്ന ബാങ്കുകളാണ്. ഇനി നോക്കുക, പ്രൈവറ്റ് ഇന്ത്യൻ ബാങ്ക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ. അതായത് ഒരു സ്വകാര്യ ബാങ്കിന് ലൈസൻസ് കിട്ടണമെങ്കിലും ആരുടെ പെർമിഷൻ വേണം? യെസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ വേണം. നോക്കുക, ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഉടമസ്ഥത ആരുടെ കയ്യിലായിരിക്കും? സ്വകാര്യ ഉടമകളായിരിക്കും പ്രൈവറ്റ് ബാങ്കിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. റിസർവ് ബാങ്കിൻ്റെ എന്തൊക്കെ നിയമാവലികളുണ്ടോ അതനുസരിച്ച് മാത്രമേ റൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൂടാണ്ട് നോക്കിക്കേ, നമ്മളുടെ പ്രൈവറ്റ് ബാങ്ക് നമുക്കറിയാം, അല്ലേ? HDFC ബാങ്ക്, ICIC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ബന്ധൻ ബാങ്ക്, JNK ബാങ്ക്, ഇവയെല്ലാം ഏത് ബാങ്കിൽ പെടുന്നതാണ്? യെസ്, പ്രൈവറ്റ് ഇന്ത്യൻ ബാങ്കിന് എക്സാമ്പിൾസ് ആണ്. ഇനി നോക്കിയേ, പ്രൈവറ്റ് ഫോറിൻ ബാങ്ക്സ് ഉണ്ട്, അല്ലേ? സ്വകാര്യ വിദേശ ബാങ്കുകളുണ്ട്. ഇവ രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതായിരിക്കും ഈ സ്വകാര്യ വിദേശ ബാങ്കുകൾ ഇന്ത്യയിൽ റൺ ചെയ്യുന്നത്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതായിരിക്കും. ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ എ ഫോറിൻ കൺട്രി. ആസ്ഥാനം എപ്പോഴും ഏത് വിദേശ രാജ്യത്താണോ അതായിരിക്കും അവരുടെ ആസ്ഥാനം. ഓക്കെ, നോക്കിക്കേ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. HSBC, അതുപോലെ തന്നെ നോക്കുക ടെക്കോം ബാങ്ക്, ACB, ഇവയൊക്കെ ഫോറിൻ ബാങ്ക്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് നോക്കാം ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. സ്വതവേ എല്ലാ ബാങ്കുകളും ചെയ്യുന്നത്. അതുപോലെ പ്രൊവൈഡ് ഇൻട്രസ്റ്റ്. ഈ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം.
അതുപോലെ നോക്കിക്കുക എന്തൊക്കെയാണ് മെയിൻ ഡിപ്പോസിറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് ഡിപ്പോസിറ്റ്സ് ഉണ്ട്, സേവിങ് ഡിപ്പോസിറ്റ്സ് ഉണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, റെക്കറിങ് ഡിപ്പോസിറ്റ്. നോക്കിയാൽ എന്തൊക്കെയാണ്? കറണ്ട് ഡിപ്പോസിറ്റ് അഥവാ പ്രചലിത നിക്ഷേപം, സേവിങ് ഡിപ്പോസിറ്റ് സമ്പാദ്യ നിക്ഷേപം, അതുപോലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്താ അത്? സ്ഥിര നിക്ഷേപം, റെക്കറിങ് ഡിപ്പോസിറ്റ് ഉണ്ട് അല്ലേ, ആവർത്തിത നിക്ഷേപം. ഇവയൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്റ്സുകൾ. ഓക്കെ, നമുക്ക് നോക്കാം. സേവിങ് ഡിപ്പോസിറ്റ് അഥവാ സമ്പാദ്യ നിക്ഷേപം അല്ലേ, നമ്മളുടെ സമ്പാദ്യങ്ങൾ വരുമാനത്തിൽ നിന്നൊരു നിക്ഷേപിക്കുന്നതിനെയാണ് സേവിങ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. നോക്കിയാൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഹെൽപ്സ് ദ പബ്ലിക് ടു ഡിപ്പോസിറ്റ് ദെയർ സേവിങ്സ്, അതായത് പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യം നിക്ഷേപിക്കാനാണ് ഒരു ഫങ്ഷൻ ബാങ്കിൻ്റെ. പിന്നെയോ പ്രൊവൈഡ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്, കുറഞ്ഞ പലിശയെ കൊടുക്കുകയുള്ളൂ. എപ്പോഴും ബാങ്ക് അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരിക്കണം കുറച്ചുകൂടെ അധികം ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ. അപ്പോൾ സേവിങ് ഡിപ്പോസിറ്റിനെല്ലാം ഇടുന്ന എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടൊരു പലിശ കൊടുക്കും. അതുപോലെ ഡിപ്പോസിറ്റർ ക്യാൻ വിഡ്രോ ദ മണി ഫ്രം ഡിപ്പോസിറ്റ് സബ്ജക്റ്റ് ടു റെസ്ട്രിക്ഷൻസ്, അതായത് നിക്ഷേപം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഏത് സമയത്തും ഇത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ലിമിറ്റേഷൻ, അങ്ങനെ വലിയ ലിമിറ്റേഷൻ പറയുന്നില്ല ബാങ്ക്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം കറണ്ട് ഡിപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. ഫെസിലിറ്റേറ്റ്സ് ഡിപ്പോസിറ്റിംഗ് ആൻഡ് വിഡ്രോയിങ് മണി മെനി ടൈംസ് ഇൻ എ ഡേ. അത് നോക്കിക്ക്, ഒരു ദിവസം പല പ്രാവശ്യം നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അതുവേണം യൂസ്ഡ് മെയിൻലി ബൈ ട്രേഡേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ്. ആരൊക്കെയാണ്? വ്യാപാര വ്യവസായികളാണ് ഇത് കൂടുതലായിട്ട് കറണ്ട് ഡിപ്പോസിറ്റ് കൂടുതലായിട്ട് എടുക്കുന്നത്. അവർക്കാണല്ലോ എപ്പോഴും മണി ട്രാൻസാക്ഷൻ കൂടുതലായിട്ട്. ഒരു ദിവസം തന്നെ പല ടൈമിലും എമൗണ്ട് വേണ്ടി വരും, അതുകൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം മെയിനായിട്ട് ഇവർക്ക് വേണ്ടിയാണ് ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. വ്യവസായം ചെയ്യുന്നവർക്കും വ്യാപാരം ചെയ്യുന്നവർക്കാണ് ഇത്തരം ഡിപ്പോസിറ്റ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. നോ എനി ഇൻട്രസ്റ്റ്, അതായത് പലിശ ലഭിക്കില്ല. കറണ്ട് ഡിപ്പോസിറ്റിന് അങ്ങനെ പലിശ കിട്ടുന്ന ഒരു ഡിപ്പോസിറ്റ് അല്ല. ഏതാ? അതൊക്കെ 1 മാർക്കിന് ചോദിക്കാം. ഏതാ അത്? കറണ്ട് ഡിപ്പോസിറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് നോക്കാം. സ്ഥിര നിക്ഷേപം, അതായത് ഡിപ്പോസിറ്റിംഗ് മണി ഇൻ ബാങ്ക് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു ഫിക്സഡ് ടൈം പീരീഡിൽ ഒരു നിശ്ചിത എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ 5 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ 10 വർഷത്തേക്ക്. ഇങ്ങനെ ഒരു ഫിക്സഡ് ടൈമിൽ ഒരു നിശ്ചിത എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുക. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം പീരീഡ് ഫോർ വിച്ച് ദ മണി ഈസ് ഡിപ്പോസിറ്റഡ്. അതായത് എത്ര കാലത്തേക്ക് എത്ര എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു അതിനെ ബേസ് ചെയ്താണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ആ എമൗണ്ടിന് ഒരു പലിശ ബാങ്ക് കൊടുക്കുന്നത്. അതായത് കാലാവധിക്ക് മുൻപ് പിൻവലിച്ചാൽ പലിശ കുറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 2 ലക്ഷം രൂപ 5 വർഷത്തേക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. നമുക്കൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എമർജൻസി ആവശ്യം വന്നാൽ ഈ 5 വർഷത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ബാങ്ക് 7% അല്ലെങ്കിൽ 8% പലിശയ്ക്കായിരിക്കും ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാലാവധി കഴിയുന്നതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബാങ്ക് ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5%, 6% അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് തരുള്ളൂ. ആ ഇൻട്രസ്റ്റും എമൗണ്ടും കൂടി ബാങ്ക് തിരിച്ചു കൊടുക്കുകയും പ്ലസ് അതിലൊരു ചെറിയ ബാങ്കിങ് ചാർജ് ബാങ്ക് എടുക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നോക്കിയേ റെക്കറിങ് ഡിപ്പോസിറ്റ്. ഇവിടെ നോക്കുക, റെക്കറിങ് ഓർ ആവർത്തിത നിക്ഷേപം. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്, റെക്കറിങ് ഡിപ്പോസിറ്റിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ് വരിക. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താ? ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിൽ ഗഡുക്കളായിട്ട് പൈസ അടയ്ക്കുന്നു. നിങ്ങൾ RD എന്നൊക്കെ കേട്ടിട്ടില്ലേ? റെക്കറിങ് ഡിപ്പോസിറ്റ് RD. ഓക്കെ,
റിസീവ് എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് എവറി മന്ത് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത തുക ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കും. നമ്മുടെ വീടുകളിലൊക്കെ ആർ ഡി കളക്ട് ചെയ്യാൻ പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ ചേച്ചിമാർ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ വരാറുണ്ട്. ബാങ്കിലും നമ്മളവിടെ കൊണ്ടടയ്ക്കേണ്ട വരും. പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ അവർ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ചിലപ്പോൾ മാസം 1000 പല എമൗണ്ടിൻ്റെ ആർ ഡി കൂടാറുണ്ട്. ചിലർ 500, ഡിപ്പെൻസ് അപ്പോൺ ദ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് അവരത് കൊടുക്കുക. 500 രൂപ വെച്ച് നിശ്ചയം ഒരു 5 വർഷത്തേക്ക് 500 രൂപ എല്ലാ മാസം ഇടുന്നവരുണ്ടാവാം. 1000 രൂപ വെച്ച് 5 വർഷത്തേക്ക് എല്ലാ മാസം ഇടുന്നവരുണ്ടാവാം അല്ലേ. അപ്പോൾ അങ്ങനെ ഇടുന്ന ആ ഒരു എമൗണ്ടിന് എന്താ ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഫിക്സഡ് ഡിപ്പോസിറ്റിനാണോ ആർ ഡിക്കാണോ കൂടുതൽ ഇൻട്രസ്റ്റ് വരിക എന്നുള്ളത്. തീർച്ചയായിട്ടും ഫിക്സഡ് ഡിപ്പോസിറ്റിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. കാരണം ഒരു ബൾക്ക് എമൗണ്ട് നമ്മൾ ഇത്രയും പീരീഡ് ഓഫ് ടൈമിൽ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തേക്കുക. ആർ ഡിയിൽ എന്താ സംഭവിക്കുക, നമ്മൾ മാസം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇത്ര പീരീഡ് ഓഫ് ടൈമിൽ ഡിപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ കൂടി വരുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഒരു ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും എഫ് ഡിക്കാണ് കൂടുതൽ പലിശ നമുക്ക് കിട്ടുന്നത് ആർ ഡിയേക്കാളും. ഓക്കെ, the interest rate will be higher than that of saving deposit but less than that of fixed deposit. നോക്കിക്കേ, ഇൻട്രസ്റ്റ് റേറ്റ് ആർ ഡിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്? നമ്മുടെ സേവിങ് ഡിപ്പോസിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷേ എഫ് ഡിനേക്കാളും ഫിക്സഡ് ഡിപ്പോസിറ്റിനേക്കാളും കുറവ് മാത്രമേ ഇൻട്രസ്റ്റ് എന്തിന് കിട്ടുന്നുള്ളൂ, ആർ ഡിക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ ഓർത്തോളുക, രണ്ടിനും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയാണ്. എഫ് ഡിക്കും ആർ ഡിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി ലെസ് ഇഫ് ദ ഡിപ്പോസിറ്റ്സ് ആർ വിഡ്രോൺ ബിഫോർ ദ മെച്യൂരിറ്റി ഡേറ്റ്. അതായത് കാലാവധിക്ക് മുമ്പ്, ആർ ഡി ആണെങ്കിലും കാലാവധിക്ക് മുമ്പ് പിൻവലിച്ചാൽ എന്ത് സംഭവിക്കും? യെസ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൊവൈഡിങ് ലോൺസ്, വായ്പകൾ നൽകുന്നതിനെ കുറിച്ച് പഠിക്കാം. അതായത് മണി എക്സെപ്റ്റഡ് ആസ് ഡിപ്പോസിറ്റഡ് ഫ്രം ദ പബ്ലിക് ഈസ് ഗ്രാൻറ്റഡ് ആസ് ലോൺ ബൈ ദ ബാങ്ക്. അതായത് നിക്ഷേപം വായ്പയായി തിരികെ വാങ്ങുന്നു, അതിനെയാണ് പ്രൊവൈഡിങ് ലോൺസ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, നല്ല ക്യാഷ് ഉള്ളവർ പല ഡിപ്പോസിറ്റേഴ്സും ഡിപ്പോസിറ്റ് ചെയ്യും. ഒരു മോസ്റ്റ് ഓഫ് ആളുകളും ഒരു 5-10 ഇയേഴ്സൊക്കെ ബൾക്ക് എമൗണ്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. ബാങ്ക് എന്ത് ചെയ്യും, ഈ എമൗണ്ട് ലോണായിട്ട് വായ്പയായിട്ട് സാധാരണക്കാർക്ക് കൊടുക്കും. ഈ കൊടുക്കുമ്പോൾ ബാങ്ക് ആ കൊടുക്കുന്ന എമൗണ്ടും പീരീഡും വെച്ചിട്ട്, എത്ര ടൈം ബൗണ്ടാണ് അത് വെച്ചിട്ട്, ഒരു ഇത്ര ഇയേഴ്സിനായിരിക്കും ലോൺ എടുക്കുക, അത് ബേസ് ചെയ്ത് ഒരു പലിശ ബാങ്ക് അവരോട് പറയും. അതനുസരിച്ച് ആ പലിശയും മുതലും ചേർത്ത് തിരികെ വാങ്ങുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ബാങ്ക് ലോൺസ് ആർ പ്രൊവൈഡഡ് ബൈ എക്സെപ്റ്റിംഗ് കൊളാട്രൽ ഫിസിക്കൽ അസറ്റ്, ഗോൾഡ്, പ്രോപ്പർട്ടി, ഡോക്യുമെൻറ്റ്സ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ്. നോക്കിയേ, വായ്പകൾ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ആസ്തി ബാങ്കിന് കാണിക്കണം. എന്തൊക്കെയത്? സ്വർണോ വസ്തുവോ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ആധാരം, സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, എഫ് ഡി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒരു ആസ്തിയായിട്ട്, ഒരു ഈടായിട്ട് ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നോക്കാം. സാലറി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പ്രൊവൈഡ് ലോൺസ് ബൈ എക്സെപ്റ്റിംഗ് സാലറി സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം, പേഴ്സണൽ ലോണൊക്കെ എടുക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് നമുക്ക് ലോൺ എടുക്കാവുന്നതാണ്. അതുവേണം. ക്യാഷ് ക്രെഡിറ്റ്, ലോൺ ഗിവൺ ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ അക്സെപ്റ്റിംഗ് കൊളാട്രൽസ്. ഈടുകൾ സ്വീകരിച്ച് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് എന്ത് പറയുക? ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി പർപ്പസ് ഫോർ ക്യാഷ് ക്രെഡിറ്റ് ടു ദ പബ്ലിക്, പണവായ്പ നൽകുന്ന എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് പബ്ലിക്കിന് ക്യാഷ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ലോൺ കൊടുക്കുന്നത്, എത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് നോക്കാം. അഗ്രികൾച്ചറൽ പർപ്പസ്, കൃഷി ചെയ്യുന്നതിന് വേണ്ടി ലോൺ കൊടുക്കാറുണ്ട്. പിന്നെയോ നോക്കിയേ, ഇൻഡസ്ട്രിയൽ പർപ്പസ്, വ്യാവസായിക ആവശ്യങ്ങൾക്ക്, പലതരം വ്യവസായങ്ങൾ ചെയ്യാനായിട്ട് ലോൺ കൊടുക്കാറുണ്ട്. പിന്നെയോ കൺസ്ട്രക്റ്റിംഗ് ഹൗസ്, വീട് നിർമ്മാണം, ഹൗസിംഗ് ലോണൊക്കെ അല്ലേ,
വീട് നിർമ്മാണത്തിന് ലോൺ കൊടുക്കാറുണ്ട്. അതുപോലെ പർച്ചേസിങ് ഹോം അപ്ലയൻസസ് വീട്ടുപകരണങ്ങൾ വാങ്ങാനും ലോൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട്.